നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിന്, ഇപ്പോ CPM നേതാവിന്റെ പേരിൽ ഒരു വിവാദം വന്നിരിക്കുകയാണ്, പുറത്തു വന്നിരിക്കുകയാണ്. വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ CPM നേതാവിനെ ഭർത്താവും കൂട്ടരും തമ്മിൽ പൊക്കി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തെ ഒരു MLA ആണ്, അതായത് എറണാകുളത്തെ ഒരു പ്രബലനായ ഒരു MLA പേരിലാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതില് പൊതുവെ നമുക്ക് നോക്കുമ്പോഴത്തേനും അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും. കാരണം ഈ പറയുന്ന CPM വനിതാ നേതാവിന്റെ വീട്ടിൽ ഇവരുടെ അറിവോട് കൂടി തന്നെയാണ് ഇയാളെ വിളിച്ചു കയറ്റുന്നത്. അതായത് നമ്മുടെ വനിതാ നേതാവിന്റെ ഭർത്താവ് വേറെന്തോ മീറ്റിങ്ങിന് പോവാണെന്ന് പറഞ്ഞു, രാത്രിയിലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അയാൾ അപ്രതീക്ഷിതമായിട്ട് ഉച്ചയായപ്പോൾ തിരിച്ചു വന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോഴത്തേനും വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഭാര്യനെ വിളിച്ചു നോക്കുമ്പോഴത്തേനും ബെല്ലടിക്കുന്നതല്ലാതെ വേറെ ഫോണൊന്നും എടുക്കുന്നില്ല, വേറെ അനക്കമൊന്നുമില്ല. അപ്പോഴാണ് ഇയാൾ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി വാതിൽ താർത്ത് നോക്കുമ്പോഴത്തേനും ഈ MLA വീടിനുള്ളിൽ ഉണ്ട്. അപ്പം അങ്ങനെ ആണ് ഈ സംഭവം പുറത്തറിയുന്നത്. കേസ് കൊടുക്കാനൊക്കെ ഒരുങ്ങിയെങ്കിലും പിന്നീട് അവരതിന് മുതിർന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഒതുക്കി തീർത്ത ആണ്. അതെ. അപ്പം നമ്മൾ ഇതിനകത്ത് പുറമേ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഒന്നും പറയാനൊന്നുമില്ല. കാരണം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അത് അവരുടെ വഴിക്ക് പോകട്ടെ. പക്ഷെ ഇതിനകത്ത് പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇയാളൊരു CPM MLA ആണെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് എറണാകുളം ജില്ലയിലെ അതിപ്രബലനായ ഒരു CPM നേതാവും MLA ആണ് ഇയാൾ. അപ്പം ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിടയ്ക്കാണ് ഒരു കോൺഗ്രസ് നേതാവിനെതിരെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. അപ്പം അതിൽ CPM എടുത്ത ഒരു സ്റ്റാൻഡുണ്ട്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പുറത്തു പോകണം, രാഹുൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് CPM നടത്തിയത്. അവിടെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പം ഈ രാഹുലിന്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ CPM-നുള്ളിൽ തന്നെ, അതായത് CPM നേതൃത്വത്തിനുള്ളിൽ തന്നെ പല MLA-മാർക്കെതിരെയും നേതാക്കൾക്കെതിരെയും പല വിധത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തെളിഞ്ഞതുമാണ്. പലതും ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും അതിലെല്ലാം CPM സ്വീകരിച്ചത് ഒരു നിഷേധാത്മക നിലപാടായിരുന്നു. അതായത് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു CPM അവരോടെല്ലാം സ്വീകരിച്ചത്. മാത്രമല്ല അതേ CPM തന്നെയാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിഷയം ഉണ്ടായപ്പോഴും ഇതിനെതിരെ, അതായത് കോൺഗ്രസിന് ഒരു ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്നുള്ളതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അറ്റ് എ ടൈം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമുണ്ടായ ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ CPM നേതാവിൻ്റെ പേരിലും സമാനമായ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നിടത്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. ഇതിൽ CPM എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇനി മുന്നോട്ട് നോക്കാനുള്ളത്. കാരണം ഇവിടെയാണ് CPM കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും നാട്ടുകാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ധാർമ്മികത തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധി എന്ന് പറയുമ്പോഴത്തേനും അയാളൊരു മാതൃക ആകേണ്ട ഒരു വ്യക്തിയാണ്. അതിപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു മാതൃകയാകേണ്ട വ്യക്തിയാണ്. അപ്പം കാരണം ആ ഒരു പാർട്ടിയെയും ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളെയും ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയും ജനങ്ങൾ സ്വീകരിക്കുന്നത് ഈ നേതാക്കളിലൂടെയാണ്. അപ്പം നേതാക്കളിലൂടെയാണ് ഈ ജനങ്ങൾ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് വരുന്നതും എല്ലാം ഈ നേതാക്കളിലൂടെയും ഈ വ്യക്തികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു നേതാവും ഒരു മാതൃകയാവണം എന്നുള്ളതൊരു ലോകത്താകമാനം പാലിച്ചു പോരുന്നൊരു രീതിയാണ്. അതിപ്പം നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെ പല സംഭവങ്ങളും എടുത്തു നോക്കിയാൽ അറിയാം. ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴോ പല മന്ത്രിമാരും രാജിവെക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല രാജ്യം തന്നെ തകർന്നു പോകുന്ന പല സംഭവങ്ങളും നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം നമുക്കുണ്ട്. ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും ബാധിക്കാത്തൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം കേസുകൾ ഉണ്ടായാലും ഇവർ രാജിവെക്കുകയില്ല, ഈ അധികാരങ്ങൾ തുടരുകയും ചെയ്യും. ഈ അക്രമങ്ങളെല്ലാം വീണ്ടും അവർ തുടർന്നു പോകുന്നൊരു രീതി നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉയരുന്നു. അയാളുടെ പാർട്ടിയിലെ സ്ഥാനം രാജിവെക്കുന്നു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവുന്നുമില്ല. പക്ഷേ അയാളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അയാളുടെ പാർട്ടി അയാളെ പുറത്താക്കുകയും ചെയ്യുന്നു. അയാളിപ്പോൾ ഒരു സ്വതന്ത്രനെ പോലെ ഒറ്റപ്പെട്ട് സഭയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലുമാണ് വരുന്നത്. അടുത്ത ബൈ ഇലക്ഷൻ വരുന്നു. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ വിഷയങ്ങളിലുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ച് അങ്ങനെയല്ല. CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ളൊരു സാധ്യതയൊന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ എന്ത് ധാർമ്മികതയാണ് CPM ഉയർത്തി പിടിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കുറച്ച് മാസങ്ങളായി
ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അതിൽ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഈ മുകേഷ് MLA ഒക്കെ കാര്യം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. അപ്പം ഇയാൾക്കെതിരെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. പക്ഷേ CPM അതിൽ ഒരുവിധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ ഇപ്പോഴും MLA ആയി തന്നെ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്, പാർട്ടി മെമ്പറായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് ഇനിയൊരു ഇലക്ഷൻ വരിക കൂടിയാണ്. അപ്പം ഈ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേനും മാത്രമല്ല, ഇനിയൊരു ബൈ ഇലക്ഷൻ വരത്തുമില്ല. എന്നാൽ പോലും ഈ ഒരു സംഭവം ഉണ്ടായാൽ പോലും ഇയാളുടെ അതായത് ഈ സമാനമായ ഈ ഒരു MLA രാജിവെച്ചു എന്ന് കരുതുക. രാജിവെച്ചാൽ പോലും CPM ഒന്നും സംഭവിക്കില്ല. കാരണം അവർ വലിയ വിജയത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അവർക്ക് 99 MLA നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് മന്ത്രിസഭ താഴെ പോകും, അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ CPM പേടിക്കേണ്ട അവസ്ഥ നിലവിൽ ഇല്ല. അതായത് ഭരണം നഷ്ടപ്പെടുമെന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ പോലും ഇയാൾ രാജിവെക്കുക അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് എന്ത് നടപടി സ്വീകരിക്കുന്നതിനെ പറ്റിയാണ് നമ്മളിപ്പം നോക്കേണ്ടത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന CPM സ്വന്തം പാർട്ടിക്കാരുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും ഇപ്പോൾ? അതെ, അത് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പം കഴിഞ്ഞിടയ്ക്കാണ് ഒരു DYFI നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചത്. നമ്മുടെ എന്റെ പേരനായിരുന്നു വൈശാഖൻ, എൻ വൈശാഖൻ എന്ന് പറയുന്നൊരു CPM നേതാവിനെതിരെ, ഈ DYFI നേതാവിനെതിരെയാണ് ആരോപണം ഉയർന്നത്. പക്ഷേ അയാളെ കുറച്ച് നാളുകൾക്ക് ശേഷം അയാളെ മാറ്റി നിർത്തിയിട്ട് തിരിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല പുതിയ സ്ഥാനമാനങ്ങൾ നൽകുന്ന ഒരു അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മറ്റേ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ഒരു പ്രതിയായിട്ടുള്ള DYFI പ്രവർത്തകനെ തിരിച്ചെടുത്ത് അയാൾക്ക് വലിയ സ്ഥാനങ്ങൾ നൽകുന്ന, ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനമായിട്ട് നൽകുന്ന സംഭവങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തിരുന്നു. അപ്പം ഇതാണ് ഈ പ്രശ്നം, ഇവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതായത് മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സൈബർ സഖാക്കളാണെങ്കിൽ പോലും വളരെ മുന്നിലാണ്. അപ്പം എവിടെ വീഴ്ചകൾ ഉണ്ടായാലും അവിടെ എല്ലാം വന്ന് നാട്ടുകാരെ ചട്ടം പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ ഉൾപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഇവരതെല്ലാം മറന്നു കളയാണ്. ഇവരുടെ മറന്നു കളഞ്ഞിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വാർത്ത വന്നത് കഴിഞ്ഞ ദിവസമാണ് വന്നത്. ഏതാണ്ട് മണിക്കൂറുകളായിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണത്. അപ്പം ഇനിയാണ് CPM ഇതിൽ മറുപടി പറയുന്നത് എന്ന് പറയാൻ കഴിയില്ല. കാരണം നാട്ടുകാരൊക്കെ ദൃക്സാക്ഷികളായിട്ടുണ്ട്. അതെ, നാട്ടുകാർ ദൃക്സാക്ഷികളായിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്. അതായത് ഈ വനിതാ നേതാവിന്റെ ഭർത്താവ് കരുതിയത് എന്തോ അപകടം പറ്റിയെന്ന് കരുതിയിട്ടാണ് അയാൾ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയത്. അപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാകുന്നത്. പക്ഷെ എന്തായാലും ഇപ്പം ജില്ലാ നേതൃത്വമെങ്കിലും ഇതിന് മറുപടി പറയേണ്ടി വരും. എറണാകുളം ജില്ലാ നേതൃത്വമെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തുകയെങ്കിലും ചെയ്യണം. പലതവണ പല ആരോപണങ്ങൾ ഈ MLAക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പലപ്പോഴും ഇയാൾക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നിട്ടുള്ളൊരു MLA ആണ് ഇയാൾ. പക്ഷേ ഇത് അപ്പോഴൊന്നും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ നേതൃത്വ പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ CPMന്റെ ഒരു രീതി അങ്ങനെയാണ്. അവരുടെ നേതാക്കൾക്കുള്ളിൽ എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ അവരതിനെ മറച്ചു പിടിക്കുകയും മറ്റുള്ളവരുടെ മേൽ കുതിര കയറുകയും ചെയ്യുന്ന ഒരു രീതി തീർച്ചയായിട്ടും ഉണ്ട്. അത് പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുമുണ്ടല്ലോ. അപ്പം ഈ വിഷയത്തിൽ എന്തെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് കരുതുന്നത്. എന്തായാലും കേസൊന്നും ആയിട്ടില്ല ഈ വിഷയം, കേസൊന്നും ആയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നിയമപരമായിട്ട് അത് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് രാഹുൽ മങ്കോട്ടത്തിന്റെ വിഷയം പോലെ തന്നെ നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഉയർത്തി കാണിച്ചതുകൊണ്ടാണ്. അതെ, CPM അതിനെക്കുറിച്ച് സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് അംഗീകരിച്ചാൽ ഓക്കെ, പ്രശ്നമില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്.